മക്കളെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ സംഭവം ഇത്രയുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് ഇലക്ഷനാണ് വരാനായിട്ട് പോകുന്നത്. ഇത്തവണ 2 ഘട്ടമായിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. 9-ാം തീയതി 11-ാം തീയതി ആയിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. ദെൻ അതിനുശേഷം 13-ാം തീയതി ആയിട്ടാണ് വോട്ട് എണ്ണൽ നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമുക്ക് ക്രിസ്മസ് എക്സാം നടത്താമെന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മുടെ ആ ഒരു ക്രിസ്മസ് എക്സാമിൻ്റെ ഡേറ്റിൽ പല വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ള നമുക്ക് ഇലക്ഷൻ്റെ ക്രമീകരണങ്ങളൊക്കെ നടത്തുന്നത് പല പല സ്കൂളുകളിലായിട്ടാണ്. മാത്രമല്ല ടീച്ചേഴ്സിന് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ ക്രിസ്മസ് പരീക്ഷ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ക്രിസ്മസ് പരീക്ഷയുടെ സമയക്രമം മാറുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ക്രിസ്മസ് പരീക്ഷാ തീയതികൾ മാറുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി അത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ മാറും എന്നുള്ളത് നമുക്ക് അറിയാമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കാദമിക് കലണ്ടർ അനുസരിച്ച് ഡിസംബർ 11 മുതലാണ് 2ാം പാദവാർഷിക പരീക്ഷകളെങ്കിലും, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്കാദമിക് കലണ്ടർ അനുസരിച്ചിട്ട് ക്രിസ്മസ് പരീക്ഷ നടക്കേണ്ടത് ഈ ഒരു ഡിസംബർ 11 മുതലായിരുന്നു. പക്ഷേ 9-11 ദിവസങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പും 13-ന് വോട്ടെണ്ണലും പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഡിസംബർ ആദ്യം മുതൽ തന്നെ പരീക്ഷ തുടങ്ങാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. അതായത് ഡിസംബർ 1-ാം തീയതി മുതൽ തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത. ഒന്ന് നോക്കി വെച്ചോട്ടോ. പിന്നെ അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും എന്ന തരത്തിൽ 2 ഘട്ടവുമായി പരീക്ഷ നടത്താനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ ഗുണനിലവാര അവലോകന സമിതി യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനം. അതായത് ഫൈനൽ ആയിട്ടുള്ള ഡിസിഷൻ ഇതുവരെ നമുക്ക് കൺഫർമേഷൻ വന്നിട്ടില്ല. അപ്പോൾ ഇത് ഒരു സാധ്യത എന്നുള്ള രീതിക്കാണ് പറയുന്നത്. വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ ഭൂരിപക്ഷവും സ്കൂളുകളാണ്. അധ്യാപകർക്ക് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഡിസംബർ 5 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവധി ദിനങ്ങളും 2 ഘട്ടമായിട്ടുള്ള വോട്ടെടുപ്പും വോട്ടെണ്ണലും കഴിഞ്ഞ് മാത്രമേ പിന്നീട് പരീക്ഷ നടത്താനാകൂ എന്നാണ് പറയുന്നത്. മനസ്സിലായ മക്കളെ? അതായത് ഇവിടെ എത്രയുള്ളൂ, അതായത് നമുക്ക് ഇപ്പം ചാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ചാൻസ് ആണുള്ളത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസംബർ 1-ാം തീയതി മുതൽ ഡിസംബർ 1-ാം തീയതി മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. 1-ാം തീയതി മുതൽ ഡിസംബർ 5-ാം തീയതി വരെ എക്സാം അതായത് 5-ാം തീയതി വരെ എക്സാം നടക്കും. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഒരു 15-ാം തീയതി വരെ നമുക്ക് ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം ആ സമയത്ത് ഇലക്ഷൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ സ്കൂളുകളിൽ എക്സാം നടത്താനും പറ്റില്ല. ഇലക്ഷൻ്റെ കാര്യങ്ങളാണ് ആ ഒരു ടൈമിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ലീവായിരിക്കും. ഇതിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ അതിനുശേഷം 15-ാം തീയതിക്ക് ശേഷമുള്ള ദിവസങ്ങളിലായിട്ടായിരിക്കും പിന്നീട് 15-ാം തീയതിക്ക് ശേഷം ബാക്കിയുള്ള ദിവസങ്ങളായിട്ട് നമ്മുടെ എന്താ പറയുക ക്രിസ്മസ് ലീവിന് മുന്നായിട്ട് ബാക്കിയുള്ള എക്സാംസും കൂടെ നടത്തും. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു തരത്തിൽ നടക്കാനുള്ള സാധ്യതയുള്ളത്. അതായത് ഇലക്ഷന് മുമ്പ് കുറച്ച് എക്സാംസ് നടത്താം, ഇലക്ഷന് ശേഷം കുറച്ച് എക്സാംസ് നടത്താം. അങ്ങനെയുണ്ട് ചാൻസ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു ചാൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മൊത്തത്തിൽ ഈ ഒരു എന്താ പറയുക ഈ ഒരു പോർഷൻസിലൊന്നും നമുക്ക് എക്സാംസ് നടത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സ്കൂളുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഡിസംബർ 1 മുതൽ തന്നെ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പോർഷൻസ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല, അവർക്ക് എടുത്തു തീർന്നിട്ടുണ്ടായിരിക്കില്ല. ആ ക്രിസ്മസ് എക്സാമിലുള്ള പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് ശേഷമായിരിക്കും എക്സാം നടത്താനായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അറിയില്ല നമുക്കിതിൽ ഏതായിരിക്കും കൺഫർമേഷൻ വരാമെന്നുള്ളത്. അപ്പോൾ മിസ്സിന് തോന്നുന്നു മിക്കതും ആദ്യം കുറച്ച് എക്സാംസ് അല്ലെങ്കിൽ അടുത്തതായിട്ട് ബാക്കി ഇലക്ഷന് ശേഷം കുറച്ച് എക്സാംസ് എന്നുള്ള രീതിക്ക് നടത്താനായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഹെക്ടിക് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നിയിട്ടുള്ളത് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എക്സാം വരാനുള്ള സാധ്യതയുള്ളത്. കൺഫർമേഷൻ ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇനി ബാക്കി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും എല്ലാവരും കൂടെ തീരുമാനം എടുത്തതിന് ശേഷം ബാക്കി കൺഫർമേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നോക്കാം ഇനി എന്താണ് ആ ഒരു ഫൈനൽ ഡിസിഷൻ എന്നുള്ളത്. ഓക്കെ, താങ്ക് യു.